എല്ലാവർക്കും ഈ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മധ്യം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, അതോടൊപ്പം തന്നെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് പോവുക അത്ര കണ്ട് എളുപ്പമൊന്നുമല്ല. സർപ്പത്തെ പോലെ വിവേകത്തോടുകൂടെ പെരുമാറുക. വിവേകം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതെടുക്കുന്ന ഒരു ആക്ഷനാണ്. വലിയൊരു അപകടം മുമ്പിൽ കാണുമ്പോൾ ആ അപകടത്തിൽ നിന്ന് മാറി നടക്കാനുള്ള ചില ഓർമ്മപ്പെടുത്തലുണ്ട്. വിവേകത്തോടെ പെരുമാറണമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. പക്ഷേ അവിടെയും പ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ജീവിതമെടുത്ത് പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈശോ കൃത്യമായിട്ട് വിവേകമുള്ളവനായിരുന്നു, അതോടൊപ്പം തന്നെ നിഷ്കളങ്കമായിരുന്നു ജീവിതം. അതുകൊണ്ടാണ് കുരിശിലേക്കൊക്കെയുള്ള അവൻ്റെ മരണയാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഈശോ നിഷ്കളങ്കതയോടുകൂടെ പരിപാലിച്ചു, എല്ലാവരോടും സ്നേഹത്തോടെ വർദ്ധിച്ചു. കുരിശിൻ്റെ വഴിയിൽ തന്നെ അറിയാം ഈശോയുടെ സ്നേഹം, ആ പ്രാവിൻ്റെ നിഷ്കളങ്കത. അതായത് ഈ ഓർസ്ലേമിലെ സ്ത്രീകളെ കാണുമ്പോൾ ഈ ഉള്ളിലുണ്ടാവുന്ന വല്ലാത്തൊരു ആർദ്രതയില്ലേ, അവരെ അനുഗ്രഹിക്കുന്നൊരു ഈശോയാണ് നമ്മൾ കാണുന്നത് അവിടെ. അവരുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുമായിട്ട് വരുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുരിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ദുരിതത്തെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുക, അല്ലെങ്കിൽ അതിനെ ഓർത്ത് കരയെന്നൊക്കെ പറയുന്ന ഈശോയുടെ ഒരു മനോഭാവം. സഹനത്തിൻ്റെ വലിയ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോഴും നഷ്ടപ്പെടാത്ത ഒരു പ്രാവിൻ്റെ നിഷ്കളങ്കതയുള്ള കർത്താവ്, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാം. വിവേകം, ഈശോയുടെ ജീവിതത്തിൽ വിവേകത്തോടെ വർദ്ധിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് തെറ്റിനെ തെറ്റെന്ന് പറയുന്ന, തൻ്റെ ജീവിതം പോലും ഹോമിക്കേണ്ടി അല്ലെങ്കിൽ കുരിശിലേക്ക് നടക്കുമെന്ന് പറയുമ്പോഴും തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള വലിയൊരു വിവേകം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിക്കുന്നിടത്താണ് ഒരു ക്രിസ്തീയത ഉണ്ടാകുന്നത്. പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ ഹൃദയം, അതോടൊപ്പം തന്നെ സർപ്പത്തെ പോലെ വിവേകത്തോടുകൂടെ കൃത്യമായിട്ട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാ, ദൈവമേ എന്നൊരു പാവം മനുഷ്യനാക്കി മാറ്റണമെന്നല്ല, എല്ലാവരുടെയും വഴക്കുകൾ വിഷമങ്ങളൊക്കെ തിരിച്ച് ഒരു പാവത്താനായി മാറുന്ന അതല്ല ഒരു ആത്മീയത. മറിച്ച് ഈ പാവമായിരിക്കുമ്പോഴും തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ധീരതയുണ്ടാകുന്നിടത്ത്, വിവേകമുണ്ടാകുന്നിടത്താണ് ശരിക്കും ഒരു ആത്മീയനായിട്ട് ഞാൻ മാറുന്നത്. അവിടെയാണ് ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നത്. ക്രിസ്തു പാവം ആയിരുന്നില്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആർദ്രതയുണ്ടായിരുന്നു, പക്ഷെ തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പുണ്ടായിരുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കണം, തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ വിവേകവും ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.